പ്രിയപ്പെട്ടവരെ, കൈരളിയും സ്വരലയും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാര ജേതാവായ ജയചന്ദ്രനെ അഭിനന്ദിക്കുകയാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മം. യേശുദാസ് എന്ന വടവൃക്ഷത്തിന് കീഴിൽ വളർന്ന ആൾ തന്നെയാണ് ശ്രീ ജയചന്ദ്രനും. ഒരിക്കൽ മദ്രാസിലെ ഒരു സ്റ്റുഡിയോ അങ്കണത്തിൽ വെച്ചത് ജയേട്ടനോട് പറയുകയുണ്ടായി, ഞാൻ ദാസേട്ടൻ്റെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എർത്തായിട്ട് നടന്നയാളാണ്. ഞാൻ പാടുമെന്ന് ദാസേട്ടൻ അറിയാം, പക്ഷേ ദാസേട്ടനെ പോലെ ഒരു പാട്ടുകാരനാകുമെന്നോ സിനിമയിൽ പാടണമോ എന്നൊന്നും ജയേട്ടൻ ആഗ്രഹമില്ല. പക്ഷേ ഇവർ ഒന്നിച്ചൊരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ സംഗീത കോളേജിൽ പഠിച്ചിരുന്നവരാണ്. സംഗീതത്തിൽ വളരെ കാര്യമായ ഒരു പ്രാക്ടീസ് ഒന്നും ചെയ്യാതെയാണ് ജയേട്ടൻ മദ്രാസിൽ നിന്ന് പിൽക്കാലത്ത് സംഗീതം പഠിക്കുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദാസേട്ടൻ തന്നെ പാടാനെന്നൊരു പാട്ട് പാടിയാണ് ആദ്യമായിട്ട് സിനിമയിൽ ജയേട്ടൻ പാടുന്നത്. എല്ലാവരും ഒരുപക്ഷെ ഓർക്കുന്നത് കളിത്തോഴൻ എന്ന സിനിമയിലെ മധുമാസ ചന്ദ്രിക വന്നു എന്ന് പറയുന്ന പാട്ടാണ് ജയേട്ടൻ്റെ ആദ്യത്തെ പാട്ടെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞാലി മരക്കാരെന്ന സിനിമയിലൊരു പാട്ടാണ്. വരികളിപ്പോൾ ഞാൻ മറന്നുപോയി. പാട്ട് പാടി അഭിനയിക്കുന്നത് നെല്ലിക്കോട് ഭാസ്കരനായിട്ടാണ്. പിൽക്കാലത്ത് നസീർ സാറാണ് പാടിയത്. ഒരു മുല്ലപ്പൂമാലയുമായി ഓടി ഓടി വന്നവളെ, ആ പാട്ടാണ് ജയേട്ടൻ ആദ്യം പാടുന്നത്. ജയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുദാസ് അല്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ജയചന്ദ്രനാവുന്നത്. തീർച്ചയായിട്ടും ജയേട്ടനും നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് താലോലിക്കാൻ നമുക്കൊരു ഗായകനും കൂടെയുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. ഈ വളരെ വൈകുമെന്നൊരു അംഗീകാരമാണെങ്കിൽ പോലും അത് ദാസേട്ടൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ അവാർഡ് അദ്ദേഹത്തിൻ്റെ അരുമശിഷ്യനും സുഹൃത്തുമായ ജയേട്ടൻ തന്നെ കൊടുക്കാൻ സാധിച്ചതിൽ അദ്ദേഹം അർഹനായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോടൊപ്പം സന്തോഷമുണ്ട്. ഇനിയും മലയാളത്തിൻ്റെ സംഗീത പ്രേമികൾക്ക്, മലയാളികൾക്ക്, നമ്മുടെ സംഗീത സംസ്കാരത്തിന് ഈ രണ്ട് സംഗീത പ്രഭുക്കന്മാരുടെയും ദയയും ദാക്ഷിണ്യവും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മേളയിൽ, ഈ സായം സന്ധ്യയിൽ, ഈ ഗന്ധർവസന്ധ്യയിൽ ഞങ്ങളെ, അതായത് സ്വരലയെയും കൈരളിയെയും സംഘടിപ്പിച്ചിട്ടുള്ള ഈ സായം സന്ധ്യയെ ധന്യമാക്കിയ ഈ വേദിയിലിരിക്കുന്ന എല്ലാ പ്രതിഭാശാലികൾക്കും നന്ദി പറയുന്നു. അവാർഡ് ജേതാവായ ജയചന്ദ്രന് ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അവാർഡ് ജേതാക്കളെ അനുമോദിച്ചുകൊണ്ട് പത്മശ്രീ KJ യേശുദാസ് നമ്മളോട് സംസാരിക്കുന്നു. സർവത്തിനും കാരണഭൂതനായ ജഗദീശ്വരന് എല്ലാവരുടെയും പേരിൽ എൻ്റെ പ്രാർത്ഥനയുടെ അർപ്പണം നടത്തിക്കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകൾ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രഗത്ഭരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ,
വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം ജഗദീശ്വരൻ എന്തെല്ലാമോ ചെയ്യുന്നു, അതിൽ പങ്കാളിയാകാനും നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാനും ഇടയാക്കി തന്നതിന് എന്ത് തരത്തിലാണ് അടിയൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് ഏവർക്കും നന്മയും സന്തോഷവും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അവാർഡ് ജേതാക്കൾ സംസാരിക്കുന്നു. സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവായ ശ്രീ KP ഉദയഭാനു. എനിക്ക് ഈ സ്പെഷ്യൽ അവാർഡ് തന്നതിന് ഇതിൻ്റെ ജൂറിമാരോടും പിന്നെ പ്രത്യേകിച്ച് ശ്രീ യേശുദാസനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ ശ്രീ P. ജയചന്ദ്രൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നിങ്ങൾക്ക് ഇവർക്കും എൻ്റെ എളിയ നമസ്കാരം. ആയിരത്തി 1958 ഞാൻ ദാസേട്ടനെ കാണുന്നത്. മോഡൽ സ്കൂൾ സംസ്ഥാന യുവജനോത്സവത്തിന് സംഗീതത്തിന് ദാസേട്ടനും മൃദംഗത്തിന് എനിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിനുശേഷം 63 എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ കൂടെ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. അന്ന് ഭാനുവേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ആഴ്ചയോളം ദാസേട്ടനും ഞങ്ങളും മദ്രാസിൽ വളരെ സന്തോഷത്തോടു കൂടി പാട്ടുപാടി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ജോലിയെടുക്കാൻ മദ്രാശിയിൽ വന്നു. ജോലി അത്ര പിടിച്ചില്ല. ആദ്യമായി കുഞ്ഞാലിമരക്കാരിൽ പാടി. പക്ഷേ എന്നെ റെക്കോർഡിംഗ് ആദ്യം കാണിച്ചത് ദാസേട്ടനാണ്. മാണിക്യ വീണയുമായി ആ റെക്കോർഡിങ്ങിനാണ് ദാസേട്ടൻ എന്നെ കൊണ്ടുപോയി ദേവരായ മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നു, പലപ്പോഴും എപ്പോഴും. ഈ അവാർഡ് എൻ്റെ ജ്യേഷ്ഠൻ തരുന്നത് പോലെ ഞാൻ വിചാരിക്കുന്നത്. ഇത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഗായകരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിച്ചതിൽ എപ്പോഴും എന്നും ഞാൻ ജഗദീശ്വരനോട് നന്ദിയുള്ളവനായിരിക്കും. നിങ്ങളെന്നും എന്നെ അനുഗ്രഹിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണം. നമസ്കാരം.